അത്ഭുതം തോന്നുന്നുണ്ടോ? അത്ഭുതങ്ങളെല്ലാം അപ്രതീക്ഷിതങ്ങളാണ്. ഞാനിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ അശ്വതി എനിക്ക് കാണാൻ കൂടി കഴിയുമായിരുന്നില്ല. എന്നെ കാണാനാണോ വന്നത്? അല്ലെന്ന് പറയാൻ തോന്നുന്നില്ല. നിങ്ങൾ മറ്റെന്തിനോ വേണ്ടി വന്നു. കൂട്ടത്തിൽ എന്നെ കൂടി കണ്ടു എന്ന് പറയുന്നതാണ് ശരി. അശ്വതിയെ കാണാനല്ലെങ്കിൽ ചികിത്സയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് തന്നെ പോരാൻ ഈശ്വരൻ തോന്നിച്ചെന്തിനാ? നിങ്ങൾ ചികിത്സയ്ക്ക് വേണ്ടി വന്നതൊന്നുമല്ലെന്ന് എനിക്കറിയാം. ദയവ് ചെയ്ത് സത്യം പറയണം. നിങ്ങൾ എന്തിനാണ് വന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത് അശ്വതി ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അശ്വതി എന്നെ പരീക്ഷിക്കുകയാണ്. കഴിയുമെങ്കിൽ എന്നെ വിശ്വസിക്കൂ. കണ്ട ഉടൻ കാൽക്കൽ വീണത് എന്റെ ആത്മാവാണ്. അതവിടെ നിന്ന് തിരിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു ഇതുവരെ. അതിനി കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞെന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഇനിയും എന്നെ ഒളിക്കുകയാണ്. അത് അശ്വതിയുടെ തെറ്റിദ്ധാരണയാണ്. അശ്വതി ഒളിച്ചിട്ട് ഇവിടെ എന്ത് നേടാനിരിക്കുന്നു? എന്നാൽ ഡോക്ടർ സുധാകരനുമായിട്ട് നിങ്ങളുടെ ഏർപ്പാട് എന്താണെന്ന് എന്നോട് പറയണം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ തുറന്നു പറയണം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു മറുപടി ചോദിച്ചോളൂ. ഡോക്ടർ സുധാകരനെ കുറിച്ച് അശ്വതിക്ക് ഇത്രയേറെ സംശയം തോന്നാൻ കാരണം? വ്യക്തമായി പറയാൻ എന്റെ കയ്യിലൊന്നുമില്ല. നിറയെ സംശയങ്ങൾ മാത്രം. പാവപ്പെട്ട എന്റെ അച്ഛനും ഞങ്ങളുടെ നഴ്സിംഗ് ഹോമിനും എതിരായി അയാൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളത് തീർച്ച. ദയവ് ചെയ്ത് നിങ്ങളെങ്കിലും ഞങ്ങൾക്കെതിരായി ആ മനുഷ്യനോട് കൂട്ടുനിൽക്കാതിരിക്കൂ. ഡോക്ടർ സുധാകരൻ നിങ്ങൾക്കെതിരായി എന്ത് ചെയ്യുന്നു എന്ന് പറയൂ. അതൊന്നറിഞ്ഞാൽ എന്നാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണവും ചെയ്തു തരാം. ഞാൻ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ലെന്ന്. പക്ഷേ ആ മനുഷ്യന് രഹസ്യമായിട്ട് ഇവിടെ എന്തൊക്കെയോ ഏർപ്പാടുകളുണ്ട്. ഇവിടെ ചികിത്സിക്കെന്ന് പറഞ്ഞു വരുന്ന പലരും സത്യത്തെ ദ്രോഹികളല്ല. ഞങ്ങൾക്കെതിരായിട്ടുള്ള ഡോക്ടർ സുധാകരന്റെ പ്രവർത്തനത്തിൽ അയാളെ സഹായിക്കാൻ വരുന്നവരാണ്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും അതിന് തന്നെയാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവർ എന്തിനു വരുന്നു എന്നെനിക്കറിയില്ല. ഞങ്ങൾ ചികിത്സയ്ക്ക് വന്നതാണ്. അല്ല അല്ല, ഇനിയും നിങ്ങൾ കള്ളം പറയുകയാണ്. ഞാനും എന്റെ അച്ഛനും നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? മറ്റൊന്നും വേണ്ട. രണ്ടു മനുഷ്യ ജീവികളോട് നിങ്ങൾക്ക് അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ സത്യം പറയൂ. ദൈവത്തോർത്ത് സത്യം പറയൂ. പറഞ്ഞു തന്നെ പലപ്രാവശ്യം പറയിക്കുന്നതിൽ വിഷമമുണ്ട്. അപ്പോൾ നിങ്ങളും കൂടി ഞങ്ങളെ നശിപ്പിക്കാൻ കൂട്ടി നിൽക്കാണല്ലേ? നശിപ്പിച്ചോളൂ. ഇനി എനിക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ, ഹൃദയാംബരത്തിലെ മുഖിലാംബരത്തിലെ മറയാത്ത മംഗല്യമേ, അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ. ആദ്യ താരമായി ആദ്യാനുരാഗമായി, ആദ്യ താരമായി ആദ്യാനുരാഗമായി, അഴകേ എൻ ഹൃദയത്തിൽ നീ വിടർന്നു. ആദ്യ താരമായി ആദ്യാനുരാഗമായി, അഴകേ എൻ ഹൃദയത്തിൽ നീ വിടർന്നു. ഒരു താരം മാത്രം ഉദിക്കുന്ന മാനം, ഹൃദയേശ്വരി എൻ മനസ്സെന്ന മാനം, അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ. പോയ യുഗങ്ങളിൽ നമ്മൾ അജ്ഞാതമാം, പോയ യുഗങ്ങളിൽ നമ്മൾ അജ്ഞാതമാം, മായയാലിതുപോൽ അടുത്തിരിക്കാം. പോയ യുഗങ്ങളിൽ നമ്മൾ അജ്ഞാതമാം, മായയാലിതുപോൽ അടുത്തിരിക്കാം. അണയാത്ത രാഗം അമലെ നിൻ രാഗം, അതിനായെന്നുള്ളിൽ നിലയ്ക്കാത്ത ദാഹം,
അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ ഹൃദയാംബരത്തിലെ മുഖിലാംബരത്തിലെ മറയാത്ത മംഗല്യമേ അശ്വതി നക്ഷത്രമേ എൻ അഭിരാമ സങ്കൽപ്പമേ. ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനിവിടെ വന്നത് മുതൽ അശ്വതിയും അച്ഛനെയും ശ്രദ്ധിക്കുകയായിരുന്നു. നിങ്ങളെ വിശ്വസിക്കാമെന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞു. എന്നാൽ അങ്ങ് ആരാണെന്നും എന്തിനു വന്നതാണെന്നും പറഞ്ഞുകൂടെ? എന്നെപ്പോലെയുള്ള ഒരാൾ താൻ ആരാണെന്ന് പലപ്പോഴും പലരോടും പറഞ്ഞുകൂടെ. എന്നാലും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ സഹായം കൂടി എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ആരാണെന്ന് അശ്വതിയോട് പറയാം. പക്ഷേ ഇത് പുറത്താരോടെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും ആപത്ത്. മരിക്കേണ്ടി വന്നാൽ പോലും ഞാനത് മറ്റാരോടും പറയില്ല. ദയവ് തന്നെ വിശ്വസിക്കൂ. വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ എന്നെ ചതിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എല്ലാവരെയും പിടികൂടാനുള്ള തെളിവുകൾ എന്റെ കൈവശമുണ്ട്. ഞാൻ ഒരു CID ഓഫീസറാണ്. CID ഓഫീസറോ? അതെ. നിങ്ങളുടെ ഡോക്ടർ സുധാകരൻ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഇനി തെളിവുകളോടും രേഖകളോടും കൂടി അയാളെ പിടിക്കുകയേ വേണ്ടു. അയാൾക്ക് കള്ളപ്പൊന്നിന്റെ ഏർപ്പാടുണ്ട്. അതെ, നിങ്ങളുടെ നഴ്സിംഗ് ഹോമിന്റെ മറവിൽ ഒരു ഡോക്ടറുടെ കുപ്പായം ഇട്ടുകൊണ്ട് അയാൾ ഇതാണ് ചെയ്യുന്നത്. അയാൾ അറസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെയും ആവശ്യമാണ്. അതിനെ സഹായിക്കുന്നുള്ളത് നിങ്ങളുടെ കടമയുമാണ്. അയ്യോ, എന്റെ അച്ഛൻ ഇത് അറിഞ്ഞാൽ. എന്റെ അച്ഛൻ ഒരു ബ്ലഡ് പ്രഷർക്കാരനാണ്. ഡോക്ടർ സുധാകരന് കള്ളപ്പൊന്നിന്റെ ഇടപാടുണ്ടെന്നും നിങ്ങളൊരു CID ആണെന്നും അച്ഛനോട് പറയരുത്. അച്ഛൻ മരിച്ചു പോവും. ഞാനാരോടും പറയുന്നില്ല. പക്ഷേ അശ്വതി ഇക്കാര്യത്തിൽ നിന്ന് സഹായിക്കാമെന്ന് സമ്മതിക്കണം. എന്റെ സർവസ്വവും അങ്ങയുടെ പാദങ്ങളിലാണ്. പിന്നെ സമ്മതം എന്തിന്? മതി. ആ, പിന്നെ എനിക്കൊരു സംശയമുണ്ട്. ആ